എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ്. നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ കാമുകന്മാർക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അതായത് അവർ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ സ്നേഹം, നമുക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം നമുക്ക് അളന്നെടുക്കാവുന്നതാണ്. കുറച്ച് ഗുണങ്ങളാണ് നമ്മളിവിടെ ഭർത്താക്കന്മാരെയും അതേപോലെ കാമുകന്മാരെയും പറ്റിയിട്ട് നമ്മളിവിടെ പറയണത്. കുറച്ച് കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഭർത്താവോ കാമുകനോ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രണയമായാലും ദാമ്പത്യമായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പങ്കാളിക്ക് തന്നോട് സ്നേഹമില്ല, അതേപോലെ തന്നെ ആത്മാർത്ഥത കുറവുണ്ടോ എന്നൊക്കെ മിക്കവാറും നമ്മൾ സംശയിക്കാറുണ്ട്. അത്തരത്തിലൊക്കെ നമുക്ക് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ കാമുകൻ്റെ സ്നേഹത്തിൽ സംശയമുള്ള ആളാണ് നിങ്ങളെങ്കിൽ അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയണത്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് മുതൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ഓരോ പുരുഷനും അവൻ സ്നേഹിക്കുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ബന്ധത്തിന് അവർ അത്രയേറെ വില കൽപ്പിക്കുന്നുണ്ട് എന്നതിലും ആ ഒരു സ്ത്രീ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്നതിനും തെളിവാണ് അതൊക്കെ. പുരുഷൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന അത്തരം ചില സൂചനകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ അവരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കും. അതിനായി ദിനചര്യകളും മറ്റും പരിപാടികളൊക്കെ മാറ്റം വരുത്താനൊക്കെ അവർ ശ്രമിക്കും. നിത്യജീവിതത്തിലെ അത്തരം ചില ആഗ്രഹങ്ങളും ത്യാഗങ്ങളും വിട്ടുവീഴ്ചകളൊക്കെ അവരുടെ സ്നേഹത്തിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് പെട്ടെന്നാണ് മൂഡുകൾ മാറുക. അപ്പോൾ അവരുടെ ഹോർമോണുകളുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ അതുമായിട്ട് ഒത്തുപോകാൻ അവരെ ഏറെ സ്നേഹിക്കുന്ന പുരുഷന്മാർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പങ്കാളിയുടെ മൂഡ് മാറ്റങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും അവരുടെ മാനസിക നില മെച്ചപ്പെടുത്താൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൻ്റെയൊക്കെ ലക്ഷണമാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് ഭാര്യയുടെയോ കമ്മുകയുടെയോ ഒക്കെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും അതിനായി തന്നെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഉദാത്ത സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോവുക, അവരുടെ ഇഷ്ടം മനസ്സിലാക്കി ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അവരുടെ കഷ്ടപ്പാടുകളും ജോലിഭാരവും ഒക്കെ കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിവയൊക്കെ പുരുഷന്മാരുടെ ഒരു സ്നേഹത്തിൻ്റെ അടയാളം തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾ പൊതുവെ അവരുടെ അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കൊക്കെ ഏറെ വില കൽപ്പിക്കുന്നവരാണ്. അതൊക്കെ മനസ്സിലാക്കി അവരെ കൂടി സ്വന്തം പോലെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പുരുഷന്മാർക്ക് അവരുടെ ഭാര്യയോടോ കാമുകിയോടോ ഒക്കെ ഉള്ള സ്നേഹത്തിൻ്റെ തെളിവും കൂടിയാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ ആർക്കു മുമ്പിലും വേണമെങ്കിലും പരിചയപ്പെടുത്താൻ പുരുഷന് ഒരു മടിയുണ്ടാകില്ല. കൂട്ടുകാർക്ക് മുമ്പിലായാലും വീട്ടുകാർക്ക് മുമ്പിലായാലും അഭിമാനത്തോടെ ആയിരിക്കും അവർ പങ്കാളിയൊക്കെ പരിചയപ്പെടുത്തുക. ആ ബന്ധത്തിൽ അവർക്കുള്ള അഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തെളിവാണ് അത്. അവർ അരികിലില്ലെങ്കിലും ഇതേ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി പുരുഷൻ സ്നേഹിക്കുന്ന സ്ത്രീയെക്കുറിച്ചൊക്കെ മറ്റുള്ളവരോട് നല്ലപോലെ സംസാരിക്കുന്നതായിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, പങ്കാളിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ മുൻഗണന നൽകാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും പരിപാടിയോ യാത്രയോ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഭാര്യയുടെ സൗകര്യം കൂടി നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയായിരിക്കും നിങ്ങളോടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.